ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്തോ. ജനുവരി 9, 2026 റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തലപതി വിജയ് നായകനായ ജനനായകൻ. എച്ച് വിനോദാണ് സംവിധാനം, അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക്, കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പൂജ ഹെഗ്ഡെ, മമിത ബൈജു, നരേൻ ആൻഡ് പ്രകാശ് രാജ് എന്നിങ്ങനെ മറ്റു കഥാപാത്രങ്ങളും ഉണ്ട് സിനിമയിൽ. അപ്പോൾ 500-600 കോടിയോളം മുതൽ മുടക്കുള്ള ഒരു ചിത്രമാണ്. ഇന്നിപ്പോൾ ജനുവരി 16 ഫെബ്രുവരി 16 ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല സിനിമ. ഒരു മാസം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും നീണ്ടു പോയിട്ടില്ല തളപതിയുടെ പടത്തിന്. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു പ്രഷറും കാര്യങ്ങളും ജനനായകനും ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ കെവിൻ പ്രൊഡക്ഷൻസ് എത്രയും പെട്ടെന്ന് പൊങ്കലിന് സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ പെറ്റീഷനും കോർട്ട് ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ അവസാനത്തേക്ക് അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കറിയാം, കേസുകൾ വിഡ്രോ ചെയ്താൽ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കാമെന്നുള്ളൊരു സിറ്റുവേഷൻ വരെയൊക്കെ ആയി. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. അത് തന്നെയാണ്. പിന്നെ അവർ പറയുന്നത് CBFC പറയുന്ന ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ സഹകരിക്കാതെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ കെവിൻ പ്രൊഡക്ഷൻസ് കേസ് വിഡ്രോയിലും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞു. എന്നിരുന്നാലും സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. അവസാനമായിട്ടുള്ള ഒന്ന് അപ്ഡേറ്റ് പ്രകാരം ഫെബ്രുവരി 19, 20, 21 റിലീസാകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞേക്കുന്നത്. ഇനി ഫെബ്രുവരി 19 റിലീസാകും എന്നുള്ള ഒരു ഓർമ്മ ഒന്നും വേണ്ട. എന്നിട്ട് പല സോഴ്സുകൾ വീണ്ടും പറഞ്ഞ് ഫെബ്രുവരി 27. അതൊന്നും വിശ്വസിക്കേണ്ട എന്നേ ഞാൻ പറയൂ. കാരണം ഒരു കെവിൻ പ്രൊഡക്ഷൻസ് എന്നൊരു പ്രൊഡക്ഷൻ കമ്പനി സിനിമ നിർമ്മാണം ചെയ്യുന്നു. ആ കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരാത്തിടത്തോളം നിങ്ങൾ സിനിമ റിലീസാകും എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അപ്പോൾ എന്നിരുന്നാലും ഫെബ്രുവരിക്ക് സിനിമ റിലീസാകാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ മാർച്ചിൽ വരുമ്പോൾ മാർച്ച് എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഇലക്ഷൻ എടുക്കുന്നുണ്ട്. ഇലക്ഷൻ അനൗൺസും കൂടെ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഒന്നും നടക്കില്ല. ഏപ്രിലിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇലക്ഷനും കാര്യങ്ങളും ഒരുപാട് നടക്കുന്ന സമയങ്ങളാണ്. ആ ഒരു റാലിയും സ്പീച്ചസും വോട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വീട് സന്ദർശനവും കാര്യങ്ങളുമായിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളായിരിക്കും. അപ്പോഴും സിനിമ റിലീസ് ചെയ്യില്ല. ഇപ്പോൾ എന്താ പറയുക, യോർക്ക് സിനിമാസ്, അതായത് ജനനായകൻ്റെ കാനഡ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരൊരു ഒഫീഷ്യലായിട്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഏപ്രിൽ 30 വരെ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് റീഫണ്ടും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഞങ്ങളെല്ലാം അത് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഏപ്രിൽ 30 വരെ എന്തായാലും സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന്. അതായത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തെന്നാണ് സോഴ്സുകളൊക്കെ പറയുന്നത്. കാരണം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ എപ്പോഴാണ് സിനിമ? മെയ്, ജൂൺ ഒന്നും സിനിമ നോക്കിയേ വേണ്ട. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ പ്രകാരം ദീപാവലിക്ക് തന്നെയായിരിക്കും സിനിമ വരാൻ ചാൻസ് കൂടുതൽ. കാരണം ഇത്രയും വെയിറ്റ് ചെയ്തില്ല. പിന്നെ ഒരു ഹോളിഡേ റിലീസിന് തന്നെ റിലീസ് ചെയ്യാമെന്ന് തന്നെ അവർ വിചാരിക്കും. അപ്പോൾ ദീപാവലിക്ക് തന്നെ റിലീസ് ചെയ്യാനാണ് സാധ്യത. അതായത് വിജയുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമായിരിക്കാം. അതാവാൻ ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ സന്ദർഭം അനുസരിച്ച് സിനിമ ഇലക്ഷൻ കഴിയാതെ ഇലക്ഷൻ കഴിയാതെ റിലീസ് ചെയ്യാൻ കഴിയില്ല. അതിൽ യാതൊരുവിധ എന്താ പറയുക, നിങ്ങൾക്കൊരു പ്രതീക്ഷ കുറവൊന്നും വേണ്ട. പ്രതീക്ഷ വെച്ചോ, ഇലക്ഷൻ കഴിഞ്ഞ് ഇനി സിനിമ റിലീസാവും. കാരണം ജനുവരി കഴിഞ്ഞു, ഇപ്പോൾ ഫെബ്രുവരി കഴിയാറായി. ഇനി മാർച്ചും കഴിയും, ഏപ്രിലും കഴിയും, മെയ്യും കഴിയും, ജൂൺ ഇലക്ഷനും കഴിയും. അത് കഴിഞ്ഞ് ഇനിയുള്ള അനുസരിച്ച് സിനിമ റിലീസ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളൂ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ. കാരണം എനിക്ക് തോന്നുന്നു CBFCയുടെ ഒരു വൻ കളിയായിരിക്കാം. അതായത് കേസ് വിഡ്രോ ചെയ്ത സിനിമ പെട്ടെന്ന് റിലീസ് ചെയ്യാം എന്നുള്ള ഒരു കളിയായിരിക്കും. അതുകൊണ്ട് കേസ് കെവിൻ പ്രൊഡക്ഷൻസ് വിഡ്രോ ചെയ്തിട്ടും ഇതുവരെ സെൻസാർ കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അയച്ചിട്ടുള്ളെന്നുള്ള റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അയച്ച് പെട്ടെന്ന് തന്നെ റിവൈസിങ് കമ്മിറ്റിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തരാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അവർ ജനനായകൻ റീസെൻസറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ CBFCയുടെ റിവൈസിങ് കമ്മിറ്റിയും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ദിവസങ്ങൾ ഒരുപാട് എടുക്കും, അല്ലെങ്കിൽ പയ്യെ തരാൻ പറ്റും എന്നുള്ളൊരു ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ജനനായകൻ ഇലക്ഷന് മുന്നേ റിലീസാവുന്നുള്ള തളപതി ഫാൻസിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണ്ട. മറ്റ് സിനിമാ പ്രേക്ഷകർക്കും ആ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം വൺ ലാസ്റ്റ് ഡാൻസ് ഈ ഇടയ്ക്കൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. 800 ടീഷർട്ടും വാങ്ങി ജനുവരി 9 പോയിട്ട് കൊണ്ടാടണമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഇവിടെ തൂക്കി ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും സങ്കടമാണ്. കാരണം സിനിമ റിലീസ് ചെയ്യാൻ അവർ സമ്മതിക്കാത്ത പക്ഷം പിന്നെ പല ഇഷ്യൂസുകളും ഉണ്ട് ഇതിൽ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അവർക്ക് സാഹചര്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൈ കൊടുക്കാത്ത പക്ഷം സിനിമ റിലീസ് അവർ വൈകിപ്പിക്കും. സിനിമ റിലീസ് ചെയ്യാനേ പറ്റില്ല എന്നല്ല,
മാക്സിമം അവർ വൈകിപ്പിക്കും. അതിപ്പം പല രീതിയിലും പല ആൾക്കാരും അത് മുന്നിട്ട് കൈയിടുന്നുമുണ്ട് ഇങ്ങനെ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ സിനിമ എന്തായാലും ഫെബ്രുവരിക്ക് റിലീസാകില്ല, ഏപ്രിൽ 30 റിലീസാകാൻ ചാൻസ് ഇല്ല, ഇലക്ഷന് മുമ്പ് റിലീസാകാൻ ചാൻസ് ഇല്ല. സിനിമ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ്. തൽക്കാലത്തേക്ക് ജനനായകൻ പോസ്റ്റ്പോണ്ട് അല്ല, ക്യാൻസൽ ചെയ്തേക്കുവാണ്. കാരണം വേറെ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷന് ശേഷം അല്ലാതെ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം വിജയും ഇലക്ഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആ ഒരു റാലി സ്പീച്ചസും കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. തമിഴ്നാടും ബിസി ഷെഡ്യൂളിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇലക്ഷൻ ആണല്ലോ, കാരണം ഭരണം പിടിക്കണം, അതുകൊണ്ട് ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും വളരെ സങ്കടത്തോടെ പറയാനുള്ളത്, ജനനായകൻ ഇലക്ഷന് മുന്നേ ആയിട്ട് ഇല്ല, ഇലക്ഷൻ കഴിഞ്ഞായിരിക്കും സിനിമ റിലീസാകുക എന്നുള്ളത് ഇനി ഒരു 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇനിയും ഈ ഇടയ്ക്ക് സിനിമ റിലീസ് ചെയ്യുമെന്ന് ഒരു തോന്നലും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ആൻഡ് ഇനി പെട്ടെന്ന് ഒരു സഡൻ അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവരുമെന്നും എനിക്ക് തോന്നുന്നില്ല, കണ്ടറിയാം. ബട്ട് എന്നിരുന്നാലും ഇപ്പോൾ അപ്ഡേറ്റ് പ്രകാരം സിനിമ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ ഗൈസ്.